അതിരപ്പള്ളിയുടെ ആന ദൗത്യം പൂർത്തീകരിച്ചിരിക്കുന്നു. കോടനാട്ട എത്തിച്ചിരിക്കുന്നു. നമുക്കൊപ്പം DFR ലക്ഷ്മിയോട് ചേരുന്നു. എങ്ങനെയാണ് ദൗത്യം? പൂർണ്ണ സംതൃപ്തി? പൂർണ്ണ സംതൃപ്തിയാണ്. നമ്മൾ ഏറ്റെടുത്ത ദൗത്യം അത് വിജയകരമായി പൂർത്തീകരിച്ച് കോടനാടേക്ക് എത്തിക്കാൻ സാധിച്ചതിൽ സംതൃപ്തിയുണ്ട്. ഏതെങ്കിലും ഘട്ടത്തിൽ വെല്ലുവിളി നേരിട്ടിരുന്നു? ഒന്നുമില്ല. കാരണം നമ്മളെല്ലാം പ്രീ പ്ലാൻഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിരുന്നു. പിന്നെ ഡോക്ടേഴ്സിന്റെ ടീം അതാ ഒരു ദൈവത്തിന്റെ കടാക്ഷത്താൽ നമുക്കെല്ലാം തടസ്സമില്ലാതെയും പിന്നെ നമ്മുടെ ഓഫീസർമാരുടെ സപ്പോർട്ടും ഉണ്ടായിട്ടുണ്ട്. ഒരു പ്രശ്നമില്ലാതെ നമുക്ക് കോടനാടിൽ എത്തിക്കാൻ സാധിച്ചു. ഇടയ്ക്ക് വെച്ച് മറ്റൊരു കൊമ്പം കൂടി വന്നു ചേർന്നപ്പോൾ ഒരു അപ്രതീക്ഷിതമായിരുന്നു. അതാരും പ്രതീക്ഷിക്കാത്ത ഒരു ഇതായിരുന്നു. ഏഴാറ്റുമുഖം ഗണപതി വന്ന് ഈ ആനെ ഒരു സപ്പോർട്ട് കൊടുത്തതായിരുന്നു. അത് പിന്നെ പെട്ടെന്ന് അവനെ തുമ്പി വിട്ടപ്പോഴത്തേക്കാണ് ആന ആ സെഡേഷനിലേക്ക് മയങ്ങി വീണത്. കുറച്ച് വൈകാരികമായിരുന്നു. അതെ 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 നമ്മളാരും പ്രതീക്ഷിക്കാത്ത ഒരു മുഹൂർത്തമായി പോയി അത്. ഇനിയിപ്പോൾ ഈ പരിസരവാസികൾ അത് നാട്ടിലേക്ക് തിരിച്ച് അയക്കുക അല്ലെങ്കിൽ കാട്ടിലേക്ക് തിരിച്ചയക്കുക ചികിത്സയ്ക്ക് ശേഷം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടോ? ഒരു ആശങ്കയുണ്ടോ അവർക്ക്? ഇല്ല, ഒന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ ചികിത്സിക്കണം എന്നുള്ളത് വെച്ചിട്ടാണല്ലോ നമ്മൾ ആനെ പിടിച്ചത്. അപ്പോൾ അത് ആ ചികിത്സ എത്രത്തോളം പോകുമെന്നൊന്നും നമുക്കറിയാൻ വയ്യ. പക്ഷെ അത് തുടരുന്നതിനനുസരിച്ചിട്ട് പിന്നെ തീരുമാനിക്കും, ഡിപ്പാർട്ട്മെന്റ് തീരുമാനിക്കും. ഇനിയിപ്പോൾ ഇമ്മീഡിയറ്റ് ചെയ്യുന്ന ചികിത്സ തുടരും? അതെ അതെ, ഇവിടെ ഡോക്ടറുണ്ട് അഭയാരണത്തിൽ. ആ ഡോക്ടർ ചികിത്സ തുടരുന്നതായിരിക്കും. ഏതായാലും ഒരു വലിയ ദൗത്യം മൊത്തം സംസ്ഥാനം നോക്കിയെന്നാണ്. അത് വലിയ പരീക്ഷണങ്ങളില്ലാതെ അവസാനിപ്പിക്കാൻ കഴിയും. അതെ അതെ, എല്ലാവരുടെയും സപ്പോർട്ടുണ്ട്, എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട്. അതിന് നന്ദി. നിങ്ങളും കൂടെ മീഡിയാസും എല്ലാം നമ്മളോട് നിന്നതിന് വളരെ നന്ദി. താങ്ക് യു. ഒരു ദൗത്യം പൂർത്തീകരിച്ചതിന്റെ ഒരു സന്തോഷം ആണ് DFOയുടെ മുഖത്തുള്ളത്. എന്തായാലും ഈ ഒരു കാര്യം പൂർത്തീകരിക്കാൻ സാധിച്ചു. വെല്ലുവിളികൾ ഉണ്ടായിരുന്നു, പക്ഷെ അത് അവസാനിപ്പിച്ച വളരെ കൃത്യമായിട്ട് അത് അവസാനിപ്പിക്കാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്തു എന്നതാണ്. ഇപ്പോൾ ആനയെ ഇവിടേക്ക് എത്തിച്ചു. അതിനുശേഷമുള്ള അതിനെ കുളിപ്പിച്ച് അതിനെ വൃത്തിയാക്കുന്നു. ഒപ്പം ചികിത്സ തുടങ്ങുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തുന്നതോടെ ചികിത്സ സജ്ജമാക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അതിനുവേണ്ടി ഒരുക്കിയെടുക്കുക എന്നത് തന്നെയാണ്. വൈകാതെ അത്തരം ക്രമീകരണങ്ങളിലേക്കും കാര്യങ്ങളിലേക്കും എല്ലാം തന്നെ കടക്കുമെന്ന് പറയുന്നു. ഇവിടെ എത്തിച്ച കൊമ്പൻ വളരെ ശാന്തനാണ്. അതിന്റെ ഒരു മയക്കത്തിൽ നിന്ന് മാറിയിരിക്കുന്നു. അതിനെ തണുപ്പിക്കുന്നു, കുളിപ്പിച്ചെടുക്കുന്നു. അതിന്റെ മുറിവ് വളരെ വലുത് തന്നെയാണ് എന്നതാണ്. എന്തായാലും അതിന്റെ ചികിത്സയ്ക്കുള്ള നടപടികൾ കൂടി ആരംഭിച്ചിരിക്കുന്നു. കോടനാട്ടിൽ നിന്ന് ക്യാമറമാൻ KP ധനേഷിനൊപ്പം ഡാനി പോൾ, News 18.